നമുക്ക് അവിടെയൊക്കെ കാണാൻ കഴിയുന്നത് ഈ എതിർപ്പുകളുടെ എല്ലാം മധ്യത്തിൽ ഈ സുവിശേഷം എന്ന സന്ദേശം തളരുവാനോ തകരുവാനോ കഴിഞ്ഞില്ല. ആ സന്ദേശം എന്നും അതിന്റെ പ്രൗഢിയോടെ നിലനിൽക്കുന്നു. ഇന്ന് ഈ സന്ദേശം നമ്മുടെ ദേശങ്ങളിൽ രാജ്യമെമ്പാടും പകരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ സന്ദേശത്തിന് വേണ്ടി ശ്രീമൽ കൊടുത്ത കർത്താവായ യേശു ക്രിസ്തു ഇരുകള്ളന്മാർക്ക് നടുവിൽ കാൽവരി കുലമരത്തിൽ മരിക്കാനുണ്ടായി. യേശു ക്രിസ്തുവിന്റെ മരണം എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. യേശു ക്രിസ്തുവിനെ റോമൻ ഗവൺമെന്റ് അറസ്റ്റ് ചെയ്യുന്നു. തൽഫലമായി യേശു ക്രിസ്തുവിനെ വിസ്തരിക്കുന്നു. ഒടുവിൽ ജനത്തിന്റെ ആരവാരം നിമിത്തം യേശുവിനെ ക്രൂശിൽ തറച്ചു കൊലപ്പെടുത്തുന്നു. അപ്പോൾ സുവിശേഷത്തിന്റെ കേന്ദ്രബിന്ദുവായ യേശു ക്രിസ്തുവിനെ കാൽവരിയിൽ തകർത്തു കളഞ്ഞു. ഒരുപക്ഷെ അപ്പോൾ റോമൻ ഗവൺമെന്റ് ഇങ്ങനെ ആഗ്രഹിച്ചു കാണും, അതോടെ ഇവന് ശല്യം തീർന്നു. ഇനി സുവിശേഷം എന്ന പേരിൽ ക്രിസ്തു എഴുന്നേൽക്കത്തില്ലെന്ന് അവർ ഒരുപക്ഷെ കരുതി കാണും. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സകല നേതാക്കന്മാരുടെയും ക്രിസ്തുവിനെ തറച്ചു വന്ന റോമൻ ഗവൺമെന്റിന്റെ പ്രതീക്ഷയ്ക്ക്